എല്ലാ തെരച്ചിലും നടത്തിയായിരുന്നു. മോന് വേണ്ടി എല്ലാ തെരച്ചിലും നടത്തിയായിരുന്നു. ഞങ്ങളെ കയ്യിൽ നിന്ന് വരെ ഞങ്ങൾ പലിശയ്ക്ക് പൈസക്ക് എടുത്ത് വരെ ഞങ്ങളത് നടത്തിയിരുന്നു. മോനുണ്ട്, അവന് കിട്ടാൻ വേണ്ടി ഞങ്ങളെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വരെ പൈസ എടുത്ത് ഞങ്ങൾ നടത്തി. ഇതുവരെ ഒന്നും ഒരു തെളിവുമില്ല എന്റെ മോനെ പറ്റി. 3 7 നമുക്ക് കിട്ടാനുള്ള അശുദ്ധിയായ ഒരു സാധനങ്ങളും കടലിൽ ഇടത്തില്ലെന്നാണ് നമ്മൾ അറിവ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഒരു കുപ്പി കിടന്നാലും അത് കര കയറ്റുമെന്നാണ് നമ്മളറിവ്. കടലിൽ പോയ മകനെ കാത്ത് ഒരമ്മയും അച്ഛനും കഴിഞ്ഞ 3 വർഷക്കാലമായി കാത്തിരിക്കുകയാണ്. ഇത്ര കാലം പിന്നിട്ടിട്ടും മകനെ കടലിൽ തിരികെ തന്നില്ല. ഒരു നാൾ ആ മകൻ തിരികെ വരും എന്നാണ് ഇപ്പോഴും ആ അച്ഛനമ്മമാർ കരുതിയിരിക്കുന്നത്. കൊല്ലം ഇരവിപുരം കാവിൽ വീട്ടിൽ നെൽസൺ ബിന്ദു ദമ്പതികളുടെ ഏക മകൻ നെബിൻ നെൽസനാണ് 2023 മെയ് മാസം 26 വെള്ളിയാഴ്ച വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോയ നിബിൻ ഇരവിപുരം പനമൂട് കടലിൽ ഇറങ്ങി തിരയിൽപ്പെടുകയായിരുന്നു. എന്നാൽ ഇക്കാര്യം കൂടെ പോയ കൂട്ടുകാർ അന്ന് മറച്ചു വെച്ചിരുന്നു. 3-ാം ദിവസമാണ് പോലീസിനോട് കൂട്ടുകാർ സംഭവം പറഞ്ഞത്. തുടർന്ന് കടലിൽ ആദ്യം കോസ്റ്റൽ ഗാർഡ് തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് MLA, MP, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഇടപെട്ടതോടെ കൊച്ചിയിൽ നിന്ന് നേവിയുടെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചു നേവിയും മടങ്ങി. പിന്നീട് പണം പലിശയ്ക്കെടുത്ത് നെബിൻ്റെ മാതാപിതാക്കൾ മത്സ്യത്തൊഴിലാളികളെ വെച്ച് തിരുവനന്തപുരം വരെ തെരച്ചിൽ നടത്തി. എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒറ്റ ദിവസം മാത്രമാണ് മകന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചതെന്നും കണ്ണീരോടെ ഈ അച്ഛനമ്മമാർ പറയുകയാണ്. 3 മാസവുമായി ഇതുവരെ എൻ്റെ മോൻ്റെ ഒരു കാര്യവും എനിക്കറിയത്തില്ല. കേസ് നടക്കുന്നുണ്ട്. പിള്ളേർ പേടിച്ചിട്ടാ പറയുന്നതെന്ന് പറഞ്ഞു. ഇതുവരെ ഒരു തെളിവ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മോന് എന്തോ സംഭവിച്ചതെന്നോ എൻ്റെ മോന് ജീവനോടുണ്ടോ ഇല്ലേന്നോ എനിക്കറിയത്തില്ല. കടലില് നടത്തി എല്ലാ തെരച്ചിലും നടത്തിയായിരുന്നു. മോന് വേണ്ടി എല്ലാ തെരച്ചിലും നടത്തിയായിരുന്നു. ഞങ്ങളെ കയ്യിൽ നിന്ന് വരെ ഞങ്ങൾ പലിശയ്ക്ക് പൈസക്ക് എടുത്ത് വരെ ഞങ്ങളത് നടത്തിയിരുന്നു. മോനുണ്ട്, അവന് കിട്ടാൻ വേണ്ടി ഞങ്ങളെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് വരെ പൈസ എടുത്ത് ഞങ്ങൾ നടത്തി. ഇതുവരെ ഒന്നും ഒരു തെളിവുമില്ല എന്റെ മോനെ പറ്റി. വേണ്ടി ആൾക്കാരെല്ലാം അറിയിപ്പിച്ചു. വള്ളത്തിൽ പോയി നമ്മൾ ബോട്ടിലും വെള്ളത്തിലെല്ലാം അന്വേഷണം നടത്തി. സർക്കാരിൽ നിന്ന് മറ്റേ കൊച്ചിയിൽ നിന്ന് ആൾക്കാർ വന്ന് മുങ്ങൽപുരത്തോടും എല്ലാം വന്ന് അന്വേഷിച്ചിട്ടും ഒരു ഇല്ല. 3 7 നമുക്ക് കിട്ടാനുള്ള അശുദ്ധിയായ ഒരു സാധനങ്ങളും കടലിൽ ഇടത്തില്ലെന്നാണ് നമ്മൾ അറിവ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഒരു കുപ്പി കിടന്നാലും അത് കര കയറ്റുമെന്നാണ് നമ്മളറിവ്. നമ്മളെ മോൻ ഏതൊക്കെ തരത്തിലുള്ള തെരച്ചിലായിരുന്നു? തെരച്ചിൽ വെച്ചാൽ നല്ല രീതിയിൽ തെരച്ചിലായിരുന്നു. മുങ്ങൽപുരത്തുകാരും ബോട്ടിനകത്തും നേവിക്കാരും മറ്റേ ടെലിഗ്രാം വകുപ്പും ഹെലികോപ്റ്ററും ഇതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഗവൺമെന്റിനെ കൊണ്ടൊക്കെ അവിടുന്ന് എല്ലാ രീതിയിലും നമ്മളെ സഹായിച്ചെങ്കിൽ അവർക്കൊന്നും കണ്ടെടുക്കാൻ കിട്ടിയില്ല. ഞങ്ങളെ പള്ളിയിൽ നിന്നും ഒരു ലെറ്റർ പേഡ് മേടിച്ച് തീരേഷൻ മേഖലയുള്ള പള്ളിയിലെല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടാകുന്നു. ഏതെങ്കിലും മത്സ്യത്തൊഴിലാളിയുടെ കണ്ണിൽ കിട്ടുകയെങ്കിൽ ആ കുഞ്ഞിനെ കരയെത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി. എത്ര ദിവസം നീണ്ടായിരുന്നു? അതിന് 3 ദിവസം നമ്മൾ അന്വേഷണം നടത്തി. നമ്മൾ കടലിൽ 3 ദിവസം എന്ന് വെച്ചാൽ ഒരുപാട് പൈസയായി നമുക്ക്. അവർ തിങ്കളാഴ്ച വന്ന് മൊത്തം അന്വേഷിച്ച് അവർ നിർത്തിയതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ 3 ദിവസം മൊത്തം അന്വേഷിച്ചു. അന്ന് ഞായറാഴ്ച രാത്രി വെളുപ്പിന് അവർ വന്ന് ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച രാത്രി വന്ന് ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് അന്വേഷണം പൂർത്തിയാക്കി 4 മണിയായപ്പോൾ പൂർത്തിയാക്കി അവർ പോയി. കൊച്ചിയിൽ നിന്നുള്ള മുങ്ങൽപുരത്തുകാർ വന്നിട്ട് അവർ ഒറ്റ ദിവസം ഉണ്ടാകുന്നത്. രാത്രി ആയതുകൊണ്ട് അവർക്ക് മുങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പകരം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാണ് ചൊവ്വാഴ്ച അവർ ചെയ്തത്. നിർത്തി പോയത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ലായിരുന്നു നമുക്ക്. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരുന്ന വെച്ചാൽ നമുക്ക് 150 ആഴ്ചയിൽ വരെ മുങ്ങാനുള്ള ആളുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ടും ക്യാമറയ്ക്കകത്തൊക്കെ നോക്കിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ബോട്ടും വള്ളവും എല്ലാം ഇറക്കി നമ്മളെ പൈസയ്ക്കകത്താണ് ഇറക്കി പിന്നെ അന്വേഷണം തുടങ്ങിയത്. നമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് 5 നിന്ന് വള്ളം ഇറക്കി മൊത്തം കറങ്ങി നോക്കി. 3 ദിവസം അത് മൊത്തം തിരച്ചിൽ നടത്തി. നമ്മളെ ചേട്ടൻ്റെ മക്കളും എല്ലാവരും കൂടെയാണ് അന്വേഷണം നടത്തിയത്. എന്നിട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല നമുക്ക്.